വന്നെങ്കിൽ ഒരു കടിയുമ്മ കൊടുക്കായിരുന്നു. വിഷമമുണ്ടെന്ന് സുരേഷ് ഏട്ടാ. ആണോ? അച്ഛനും അമ്മയും കാണാൻ കൊണ്ടുവന്നില്ല നിന്ന്, അതാണ് ആളുടെ വലിയ വിഷമം. അയ്യോ, പോയി കണ്ടുകളെ. ഒരു ദിവസം പോയി കണ്ടു നോക്കാം. പോയി കാണാം. ഇദ്ദേഹം ഇല്ലാതെ ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാന്ന് തന്നെ പറയാം. ഉള്ള കാര്യം ഉള്ള പോലെ പറയുക, അതാണ് ഏറ്റവും ഈസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മളത് മാറ്റേണ്ട കാര്യമില്ല തോന്നുന്നു. എന്താ സുരേഷിന്റെ അഭിപ്രായം? ഇത് കൊള്ളാമല്ലോ, നല്ല ബട്ടനാണല്ലോ. ഈ രോമമെല്ലാം ഇങ്ങനെ, രോമം ഷേവ് ചെയ്തിരിക്കുകയാണ്, പക്ഷെ ഇവിടെ എല്ലാം ഈ പിന്നെ ഫോളിക്കിൾസ് ഇങ്ങനെ പൊന്തി വരും. ഹനീഫ് ഉടനെ ടിക്കറ്റ് എടുത്ത് ട്രിവാൻഡ്രത്ത് വന്ന് എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്തോ രോമാഞ്ചം, ആപാരമാണ്. നീ പാട്ട് അഭിനയിക്കാനായിട്ട് നല്ല മിടുക്കനാവും കേട്ടോ എന്നന്ന് പറയുമായിരുന്നു. അപ്പം അന്ന് തുടങ്ങിയ ഒരു ഒരു ഫാദേർലി അഫെക്ഷൻ തന്നെയായിരുന്നു ഹനീഫ്ക്ക് അടുത്തുണ്ടായിരുന്നു. സിനിമയിലെ ഏറ്റവും നല്ല സുഹൃത്ത് കുട്ടനാണ്, വിജയരാഘവൻ സുഹൃത്ത്. പിന്നെ സിദ്ദിഖുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ എനിക്കങ്ങനെ നല്ല സുഹൃത്തുക്കൾ. ഹനീഫ്ക്ക് സുഹൃത്താണെന്ന് പറയാനേ ഒക്കത്തില്ല. വേറെ ഏതെങ്കിലും ഒരാൾ അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ വിളിക്കുന്നത് ഹനീഫ്ക്കയാണ്. സുരേഷ് ഏട്ടൻ്റെ ആരാധകർ അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നതെന്ന് പറയുന്നത് 6 60 വ്യത്യാസം ഇല്ലാതെയാണ്. ഒരു കുഞ്ഞു വാവ സുരേഷ് ഏട്ടനെ ഇന്ന് ആൾക്ക് കാണാൻ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു മോണിറ്ററിലെങ്കിലും ഒന്ന് സുരേഷ് ഏട്ടനെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് കാണിക്കാൻ പോവാണേ. വന്നെങ്കിൽ ഒരു കടിയുമ്മ കൊടുക്കായിരുന്നു. ചോടാ, ഷീൽ മിസ് ഇറ്റ്. നമുക്കൊന്ന് കാണാം സുരേഷ് ഏട്ടാ. ആളെ പൊന്നുവേ. വിഷമമുണ്ടെന്ന് സുരേഷ് ഏട്ടാ. ആണോ? അച്ഛനും അമ്മയും കാണാൻ കൊണ്ടുവന്നില്ല നിന്ന്, അതാണ് ആളുടെ വലിയ വിഷമം. അയ്യോ, എവിടെയുള്ള ആള് എവിടെയാണ് ശരിക്കും? ആളുടെ നേറ്റീവ് എവിടെയാണ്? തിരുവല്ലയാണ്. തിരുവല്ല. അയ്യോടാ, പോയി കണ്ടുകളെ. ഒരു ദിവസം പോയി കണ്ടു നോക്കാം. പോയി കാണാം. അർജുൻ ഇവിടെ ഇല്ലേ? അർജുൻ പത്തനംതിട്ട അല്ലേ? മാവേലിക്കര. അതാണ് ഷാജി ബാബന്റെ അറേഞ്ച് ചെയ്ത് നമുക്ക് പോവാം. അയ്യോടാ, അപ്പൊ ഷാജി ബാബന്റെ ടീമായിട്ട് ഞങ്ങൾ ചെല്ലുന്നതായിരിക്കും സുരേഷ് ഏട്ടാ. ഇനി ഇതുപോലെ ഒരാളും കൂടെ സുരേഷിനെ ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഒരാളും കൂടെ വരാൻ പോവാണ്. ഷാജി പാപ്പനെ സംബന്ധിച്ച് ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹം ഇല്ലാതെ ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ല എന്ന് തന്നെ പറയാം. സുരേഷേട്ടാ, ചോദിക്കണമെന്ന് പറഞ്ഞു. സുരേഷേട്ടൻ ഇപ്പൊ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായി, എനിക്ക് ഇടയ്ക്കിടെ ഷൈൻ ടോം ചാക്കോയുടെ പ്രേതം കയറാറുണ്ടെന്ന്. എന്താണ് പ്രേതം കയറുന്നതുകൊണ്ട് നല്ല അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്? മനസ്സിലായില്ലേ? അപ്പോൾ സാബി ഇപ്പൊ അടുത്ത് കണ്ടപ്പോ സുരേഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ സുരേഷേട്ടൻ പറഞ്ഞു, ഞാനിപ്പോ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാ തുടങ്ങി ഷൈൻ്റെ പോലെയെന്ന്. പക്ഷെ സുരേഷേട്ടൻ ആദ്യം മുതലേ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പം അത് എൻ്റെ പ്രേതം കയറിയത് കൊണ്ട് സംഭവിച്ചതല്ലല്ലോ. മുന്നേ സുരേഷേട്ടൻ അങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതല്ലേ ഒരു മനുഷ്യന് ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു പെരുമാറ്റം. മറ്റത് ഭയങ്കര മെക്കാനിക്കലല്ലേ? ഉള്ള കാര്യം ഉള്ള പോലെ പറയുക, അതാണ് ഏറ്റവും ഈസി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞാലും നമ്മളത് മാറ്റേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മളിൽ നിന്ന് എന്താണോ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് കിട്ടണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ അച്ചിൽ വാർത്ത ആളുകൾ റോബോട്ട്സ് ആയാൽ മതിയല്ലോ. എന്താ സുരേഷിന്റെ അഭിപ്രായം? കഴിഞ്ഞ അല്ല, ഞാൻ പറഞ്ഞത് അതാണ്.
അങ്ങനെ തുറന്ന് പറയുന്നതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുക, അല്ലെങ്കിൽ ഓവർ റീഡ് ചെയ്യുക, അണ്ടർ റീഡ് ചെയ്യുക, ഇതൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ. ഷൈൻ ടോം ചാക്കോ അത് പറയുമ്പോൾ നല്ല എൻ്റർടൈനിങ് ആണ്. ആ ചില ചേഷ്ടകളും ഫോൺ എടുത്ത് എറിഞ്ഞിടുക, എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചാടി തറയിലോട്ട് വീണ് അങ്ങനെ കിടക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ വിഷയത്തിൻ്റെ സീരിയസ്നെസ് പോകുന്നില്ലെന്ന് മാത്രമല്ല, ഇത് കൊള്ളാമല്ലോ, നല്ല ബട്ടനാണല്ലോ എന്ന് ആ ഒരു ആക്സെപ്റ്റൻസ് ലെവൽ എന്ന് പറയുന്ന അയാൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും ആ ഒരു ആക്സെപ്റ്റൻസിനുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആ എൻ്റർടൈനിങ് എന്ന് പറയുന്ന എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന അയാളുടെ ഒരു ഡിസ്ബേഴ്സലുണ്ട്. അതുമായിട്ട് മേർജ് ചെയ്ത് എനിക്ക് വരുന്ന റാത്ത് അയാൾക്കില്ല, ഷൈനില്ല. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. ഷൈൻ വെട്ടി തുറന്ന് പറയുന്നതും ഞാൻ വെട്ടി തുറന്ന് പറയുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ കുറച്ച് ഷൈൻ ടോം ചാക്കോയുടെ പ്രയോഗത്തെ കയറ്റുന്നുണ്ട്. നല്ലതാ, നല്ല അനുഭവം. അല്ല, ഇപ്പം തന്നെ കണ്ടായിരുന്നു സുരേഷ് ചേട്ടാ, ക്യാമറയൊക്കെ എങ്ങോട്ടൊക്കെ പോവാ, ഇങ്ങനെ ഞാൻ വിചാരിച്ചു തലയൊക്കെ തിരിഞ്ഞൊക്കെ പോയി. എന്നാലും പലരും ചോദിക്കാറുണ്ട്, ഷൈൻ ടോം ചാക്കോ നോർമൽ ആണോ അബ്നോർമൽ ആണോ, നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന്. അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് അയാളുടെ ഡിസൈൻ. So he is dragging you to his spot. അങ്ങനെ ആയിരിക്കണം. ഞാൻ ഓർക്കുന്നത് ലേലം, പത്രം, കുട്ടപ്പായി, അതാണ് അതിൻ്റെ ഓർഡർ. 97 ലേലം, പ്രൊഡക്ഷനും റിലീസും. 98 തുടങ്ങി 99 ആദ്യമാണ് പത്രം റിലീസ്. 99 കുട്ടപ്പായി. അപ്പോൾ ഇതിൽ മൂന്നിലും എൻ്റെ ഒരു കോമൺ ഫേവററ്റ് ആക്ടർ എന്ന് പറയുന്നത് കൊച്ചിൻ ഹനീഫയാണ്. ഹനീഫ്ക ഞാൻ സിനിമാ നടനായി വരുന്ന സമയത്ത് പൂവിന് പുതിയ പൂന്തന്നൽ എന്ന് പറയുന്ന സിനിമയിൽ തരങ്ങിണി സ്റ്റുഡിയോയിൽ ഒരു പാട്ട് റെക്കോർഡിംഗ് ഉണ്ട്. മമ്മൂക്ക മ്യൂസിക് ഡയറക്ടറാണ്, കണ്ടക്ട് ചെയ്യും. പൂന്തന്നലെ നീ പറന്നു 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 വാ. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് എനിക്ക് ആ പാട്ടങ്ങ് എൻ്റെ ഹൃദയത്തിൽ കയറിയിട്ട് എനിക്കിങ്ങനെ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും ഞാൻ ആ ദാസേട്ടൻ്റെ ശബ്ദം ഇങ്ങനെ പ്ലേ ചെയ്യും നാഗ്രയിൽ. ആ നാഗ്രയിൽ കേട്ട് ഞാൻ ലിപ്സിങ്ക് കൊടുക്കുമ്പോഴെല്ലാം എനിക്കിവിടെ ഈ രോമമെല്ലാം ഇങ്ങനെ, രോമം ഷേവ് ചെയ്തിരിക്കുകയാണ്, പക്ഷേ ഇവിടെ എല്ലാം ഈ ഫോളിക്കിൾസ് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്ത് ശങ്കുണ്ണി സാറിൻ്റെ റൂമിൽ, എഡിറ്ററുടെ റൂമിലിരുന്ന് കട്ട് ചെയ്ത് ജോഷിയേട്ടൻ അവിടെ തിയേറ്ററിലിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഹനീഫ്ക കണ്ടു. ഹനീഫ്ക ഉടനെ ടിക്കറ്റ് എടുത്ത് ട്രിവാൻഡ്രത്ത് വന്ന് എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ, എന്തോ രോമാഞ്ചം, ആപാരമാണ്, നീ പാട്ട് അഭിനയിക്കാനായിട്ട് നല്ല മിടുക്കനാവും കേട്ടോ എന്ന് അന്ന് പറയുമായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ഒരു ഫാദേർലി അഫെക്ഷൻ തന്നെയായിരുന്നു ഹനീഫ്ക അടുത്തുണ്ടായിരുന്നത്. ഈ 3 പടത്തിലും എനിക്കെതിരെ വരുന്ന ക്യാരക്ടറാണ്, ഫ്രണ്ട്ലി അല്ലാത്ത. ഇതിന് തൊട്ട് പിറകെ വരുന്നത് സുന്ദരപുരുഷനും. ഇതിലെല്ലാം ഹനീഫ്കയായിട്ടുള്ള ഒരു മെൻ്റൽ റാപ്പോ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബിൽഡായി. എൻ്റെ സിനിമയിൽ ഏറ്റവും നല്ല സുഹൃത്ത് കുട്ടനാണ്, വിജയരാഘവൻ സുഹൃത്ത്. പിന്നെ സിദ്ദിഖുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേരേ ഉള്ളൂ എനിക്കങ്ങനെ നല്ല സുഹൃത്തുക്കൾ. ഹനീഫ്ക സുഹൃത്താണെന്ന് പറയാനേ ഒക്കത്തില്ല. വേറെ ഏതെങ്കിലും ഒരാൾ അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അപ്പം തന്നെ എന്നെ വിളിക്കുന്നത് ഹനീഫ്കയാണ്. അപ്പം അങ്ങനൊരു ഫാദേർലി, ഒരു വെരി എൽഡേർലി ബ്രദേർലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുട്ടപ്പായി ഓർക്കുമ്പോൾ, ലേലം ഓർക്കുമ്പോൾ, സഭാപതി IPS ഓർക്കുമ്പോൾ, പത്രം, ഹനീഫ്ക റഷസ് ഇൻടു ദ മൈൻഡ്. വേറെ ഒന്നുമില്ല, സുരേഷ് ഏട്ടൻ്റെ 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്ക് സുരേഷ് ഏട്ടൻ്റെ ഒരു ഗിഫ്റ്റും കൂടി ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ചോദ്യമാണ്, ഏത് ചിത്രത്തിലാണ് മിന്നൽ പ്രതാപൻ എന്ന പേരുള്ള ഒരു SI കഥാപാത്രത്തെ? എൻ്റെ പൊന്നെ, ഇതിലാര്? ഈ ചേട്ടൻ, നീല ഷർട്ട് ഇട്ട ചേട്ടൻ, മുണ്ടെടുത്ത ചേട്ടൻ, മനു അങ്കിൾ, അതായിരുന്നു സിനിമ. വന്നൊന്ന് സുരേഷ് ചേട്ടനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ് എത്തുന്നുണ്ട്. ഇങ്ങോട്ട് നിൽക്കാം സാർ, അങ്ങോട്ട് നിൽക്കാം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ചോദ്യമാണ്. അഭിനയിച്ച സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ ആ സിനിമയുടെ രണ്ടാം ഭാഗം. ആ റെഡ് ഇട്ട ചേട്ടൻ ഭരത് ചന്ദ്രൻ IPS, അതായത് കമ്മീഷണറുടെ സെക്കൻഡ് പാർട്ടായിരുന്നു ഭരത് ചന്ദ്രൻ IPS. ഗിഫ്റ്റ് കൊടുക്കുകയാണ് നമ്മൾ. നിങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് ഏട്ടൻ്റെ ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടം? സെക്കൻഡ് പാർട്ട് ഇനി വേണോന്ന് ആഗ്രഹിക്കുന്ന സിനിമ ഏതാ? ലേലം. ലേലം. പിന്നെ ചിന്താമണി കൊലക്കേസ് സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ള റിക്വയർമെന്റ് കേട്ടോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. ഏത് ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ അവതാരകനായി? ഞാൻ പറഞ്ഞില്ല, ചോദ്യമേ ഞാൻ പറഞ്ഞില്ല. ഏത് ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ അവതാരകനായി പലതവണ സുരേഷ് ഏട്ടൻ എത്തുമെന്ന് അഭ്യൂഹങ്ങൾ പരക്കുകയും? ആ ചേട്ടൻ, കുറിയിട്ട ചേട്ടൻ. അതെ, ആദ്യം തന്നെ ചേട്ടൻ തന്നെ. കണ്ണൂര്. പ്ലീസ്. ബിഗ് ബോസിന്റെ അവതാരകനായിട്ട് സുരേഷ് ഏട്ടൻ എത്തും എന്നുള്ള ഒരുപാട് ഇങ്ങനെ നമ്മൾ ന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ഏട്ടൻ എത്തിയില്ല. പക്ഷേ സുരേഷ് ഏട്ടാ, ബിഗ് ബോസിന്റെ ഏതെങ്കിലും ഒരു സീസണിൽ വല്ലതും ചെയ്യാനായിട്ട് വല്ല പ്ലാൻ ഉണ്ടോ? ചെയ്യോ അങ്ങനെ വല്ലതും ഉണ്ടോ? എന്നോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല.